നമസ്കാര സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലേ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മുടെ എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ഏകദേശം ഒരു 8, 10, 12 മാർക്കിന് കോൺസ്റ്റൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. കൂടാതെ ഈ പഠിക്കുന്നത് ഒരു ബേസ് ആയിട്ട് കാണുക. കാരണം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ പാസ്സായി ഫൈനൽ ലെവലിലേക്ക് ചെല്ലുമ്പോൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ സെയിം അഡ്വാൻസ്ഡ് വേർഷനാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ബേസ് സ്ട്രോങ് ആയിരിക്കണ്ടേ? അപ്പോൾ നമുക്ക് ആ ബേസിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററായിട്ട് നിങ്ങൾ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കാണുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യേണ്ട. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് റിവൈസ് ചെയ്യാം അല്ലേ? സിമ്പിളായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 8 ടോപ്പിക്കാണ് അല്ലേ? അതായത് 8 ഫോമുലാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 8 മെത്തേഡ്സ് ആണ് പല ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ജനറലി നമ്മുടെ ബിസിനസ് വേൾഡിൽ യൂസ് ചെയ്ത് വരുന്ന 8 മെത്തേഡ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എന്താണ് 8 മെത്തേഡ്സ്? അത് ഏതൊക്കെയാണ്? അതിനെ നമ്മൾ ബ്രോഡ്ലി 2 കാറ്റഗറൈസ് ചെയ്യും. ഒന്ന് ട്രഡീഷണൽ മെത്തേഡെന്നും 2 ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡെന്നും. എന്താടാ? ഒന്ന് ട്രഡീഷണൽ മെത്തേഡെന്നും 2 ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡെന്നും. നമുക്കറിയാം ഈ ട്രഡീഷണൽ മെത്തേഡിനെ നമ്മൾ നോൺ ടൈം അഡ്ജസ്റ്റഡ് ടെക്നിക്സ് എന്ന് വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ ടൈം ഫാക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യേയില്ല. അവിടെ എന്തിനെ കൺസിഡർ ചെയ്യില്ല? ടൈം ഫാക്ടറിനെ കൺസിഡർ ചെയ്യില്ല. പക്ഷേ ഇതിനോടൊപ്പം ടൈം ഫാക്ടറിനെ കൂടി കൺസിഡർ ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ടൈം അഡ്ജസ്റ്റഡ് ടെക്നിക്സ് നമുക്ക് അതിനെ വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി ട്രഡീഷണൽ മെത്തേഡിൽ മെയിനായിട്ട് 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ബാക്കിയുള്ള 6 എണ്ണം നമുക്ക് ഈ ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ മെത്തേഡിലാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയായിരുന്നു ട്രഡീഷണൽ മെത്തേഡിൽ പഠിക്കാനുള്ളത്? പേ ബാക്ക് പീരീഡ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലോ നമ്മുടെ ഈ പേ ബാക്ക് പീരീഡിൻ്റെ ടൈം ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്ത ഡിസ്കൗണ്ടിങ് പേ ബാക്ക് പീരീഡ്, അതുപോലെ NPV, അതുപോലെ IRR, മോഡിഫൈഡ് IRR, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, അതുപോലെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെ മൊത്തം 8 മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സിമ്പിളായിട്ട് നമ്മൾ പഠിക്കും. നമുക്ക് ഇന്ന് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ള, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പഠിക്കാൻ എളുപ്പമുള്ള ഒരു മെത്തേഡ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. FM-ന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇന്നൊരു സ്പോൺസർ ഉണ്ട്. അതായത് അൺഅക്കാഡമിയാണ് നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അൺഅക്കാഡമി ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. അൺഅക്കാഡമി CMA ഫൗണ്ടേഷൻ പഠിക്കുന്ന ആസ്പിറൻസിന് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഈ വരുന്ന സെപ്റ്റംബർ 24-ന്. ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ്, ആ ബാച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തരാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഈ ബാച്ചുകൾ എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സിൻ്റെ പേരും അവരുടെ ഡീറ്റെയിൽസും അവർ ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സുകൾ വളരെ ലൈവ് ആയിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകളായിരിക്കും. അതിനുശേഷം ഈ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് വിത്ത് നോട്ട്സ് ആയിരിക്കും, നോട്ട്സിൻ്റെ ആക്സസോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുപോലെ എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് സോൾവ് ചെയ്യാനുള്ള പ്രത്യേക സെഷൻസ് കാണും. PDF അപ്ഡേറ്റഡ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മോക്ക് ടെസ്റ്റ്, അതായത് നമ്മുടെ RTP MTP ഒക്കെ പ്രാക്ടീസ് ഈ ഒരു സെഷനിൽ കാണും. അതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കിട്ടുക. ക്ലാസ്സിൻ്റെ ഒരു പാറ്റേൺ, അതായത് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അതായത് നവംബറിൽ ക്ലാസ്സസ് ആയിരിക്കും, നവംബർ മുതൽ അങ്ങോട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഫെബ്രുവരിയിൽ നമ്മുടെ RTP MTP പ്രാക്ടീസ്, ഏപ്രിലിൽ വന്നിട്ട് ക്യൂക്ക് റിവിഷൻ ബാച്ചുകൾ ഉണ്ടാവും. ലാസ്റ്റ് ജൂണിന് തൊട്ട് മുന്നേ 1 ഡേ റിവിഷൻ ബാച്ച്, എക്സാമിന് തൊട്ട് മുന്നേ 1 ഡേ റിവിഷൻ ബാച്ചുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ക്ലാസ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണ്. അൺഅക്കാഡമിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റുക. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3 ടൈപ്പ് ഓഫ് പ്ലാനുകളാണുള്ളത്. ഒരു 6 month, 12 month, 24 months എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ഓഫ് പ്ലാനുകളാണുള്ളത്. മന്ത്ലി പേയ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ടിന് മുകളിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് സ്ക്രീനിൽ കാണുന്ന സാഗർ 45 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുക. സാഗർ 45 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടും. ഇത് ഈ ഒരു കോഴ്സിന് മാത്രമല്ല, എന്ത് കോഴ്സ് സെലക്ട് ചെയ്താലും അൺഅക്കാഡമിയിലെ എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് ഈ ഒരു 10% ഡിസ്കൗണ്ട് കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ വേറെ CA ഫൗണ്ടേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്കീം ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി സ്ക്രീനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് FM-ന്റെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോസാണ്. അത് ഏതെങ്കിലും നിങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് റെഫർ ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റി വളർത്തുക എന്നുള്ളത് നിങ്ങളുടെ കൂടി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുക. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങളുടെ എല്ലാം റിക്വസ്റ്റ് മാനിച്ചിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പ്രധാനപ്പെട്ട നമ്മളെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറക്കുന്ന അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും ആദ്യം ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടും എന്തെങ്കിലും കോൺസെപ്റ്റിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക്
സ്റ്റുഡൻസിന് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് കൂടി നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിനെ കാണുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ ആ ഗ്രൂപ്പിനെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ കാര്യം പഠിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോണ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ ക്യാഷ് ഫ്ലോയെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അല്ലേ. നമ്മൾ ആദ്യമേ തിയറീസ്, ക്ലാസിഫിക്കേഷന്, പ്രോസസ്സൊക്കെ പറഞ്ഞ സമയത്ത് ഈ ക്യാഷ് ഫ്ലോയെ പറ്റി പറഞ്ഞിരുന്നു. ക്യാഷ് ഫ്ലോ രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്ന ക്യാഷ് ഇൻഫ്ലോയും, രണ്ടെന്ന് പറയുന്ന ക്യാഷ് ഔട്ട് ഫ്ലോയും. നമുക്കറിയാവുന്ന കാര്യമല്ലേ, ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയും നമുക്കറിയാം. നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ക്യാഷ് ഔട്ട് ഫ്ലോ സംഭവിക്കും. ഓക്കെ, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം. ആ ക്യാഷ് ഔട്ട് ഫ്ലോയേക്കാളും കൂടുതലാണ് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ എങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആ പ്രോജക്റ്റിന് നമ്മൾ ചിലവാക്കിയ പൈസയേക്കാൾ കൂടുതൽ വരവ്, ഇൻകം നമുക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഓക്കെ അല്ലേ. അതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ ഈ പഠിക്കാൻ പോണ 8 മെത്തേഡിലെ എല്ലാ മെജോറിറ്റി മെത്തേഡും ക്യാഷ് ഫ്ലോയെ ബേസ് ചെയ്തിട്ടാണ്. ക്യാഷ് ഫ്ലോ കൂടുതലാണോ, അത് ക്യാഷ് ഔട്ട് ഫ്ലോ ആണോ ഇൻഫ്ലോ ആണോ കൂടുതൽ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്യാഷ് ഇൻഫ്ലോ ആണ് കൂടുതലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യും, ക്യാഷ് ഔട്ട് ഫ്ലോ ആണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യില്ല, റിജക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ. പക്ഷേ ചില മെത്തേഡ്, കുറച്ച് മെത്തേഡുണ്ട്. ആ മെത്തേഡിൽ നമ്മൾ ക്യാഷ് ഫ്ലോയെക്കാളും കൂടുതൽ നോക്കുന്നത് നെറ്റ് പ്രോഫിറ്റാണ്. ക്യാഷ് ഫ്ലോയെക്കാളും കൂടുതൽ നോക്കുന്നത് നെറ്റ് പ്രോഫിറ്റാണ്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോയും നെറ്റ് പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുകയും അത് നിങ്ങൾ ജസ്റ്റ് മൈൻഡിൽ നമ്മൾ ഇത്രയും നാൾ പഠിച്ച ഏതെങ്കിലും ഒരു P&L അക്കൗണ്ട് സങ്കല്പിക്കാം. P&L അക്കൗണ്ടിൻ്റെ നമ്മുടെ ഇൻകം കുറേ ഒരു സൈഡിൽ കാണും, അതുപോലെ എക്സ്പെൻസ് ഒരു സൈഡിൽ കാണും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സമ്മൊക്കെ ചെയ്ത് നമ്മൾ ഡിഡക്റ്റൊക്കെ ചെയ്തിട്ട് താഴെ വരുന്ന സാധനമാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നെറ്റ് പ്രോഫിറ്റിനെ കൺസിഡർ ചെയ്യില്ല, ക്യാഷ് ഫ്ലോയാണ് എല്ലാ മെത്തേഡും കൺസിഡർ ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റിനെ കൺസിഡർ ചെയ്യില്ല, ക്യാഷ് ഫ്ലോയാണ് എല്ലാ മെത്തേഡും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നോക്കി, എല്ലാ നെറ്റ് പ്രോഫിറ്റിനകത്ത് ഒറിജിനലായിട്ട് നടക്കുന്ന ക്യാഷ് ഫ്ലോയും കാണും, അല്ല ക്യാഷ് ഫ്ലോ അല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ കാണും. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒക്കെ കാണും. നോക്കി, ഡിപ്രിസിയേഷൻ, നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട് ഫ്ലോ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകണുണ്ടോ, ഇല്ല. നമ്മൾ ഓരോ വർഷവും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വില കുറയുന്നതായിട്ട് നമ്മൾ വാല്യൂ ചെയ്യാണ് അല്ലേ. നമ്മൾ റീവാല്യൂ ചെയ്തിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ആ എമൗണ്ട് അങ്ങ് ഡിഡക്റ്റ് ചെയ്ത് കളയുന്നു. അത് ഒറിജിനലി ഒരു ക്യാഷ് എക്സ്പെൻസ് ആണോ, അല്ല. അപ്പോൾ അതൊരു ക്യാഷ് ഔട്ട് ഫ്ലോ അല്ല, പക്ഷേ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനകത്ത് അത് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എല്ലാ മെത്തേഡിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ക്യാഷ് ഫ്ലോ ആണ്. ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട് ഫ്ലോയുടെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഒരു മെത്തേഡിൽ മാത്രം നമ്മൾ നെറ്റ് പ്രോഫിറ്റിനെ യൂസ് ചെയ്യും. ഒരു മെത്തേഡിൽ മാത്രം നെറ്റ് പ്രോഫിറ്റിനെ യൂസ് ചെയ്യും. ഒരു മെത്തേഡല്ല, വേറെ കുറച്ച് മെത്തേഡുണ്ട് നമുക്കിവിടെ പഠിക്കാനുള്ളതിൽ. ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കാം. ഒരു മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഇതാണ്, നെറ്റ് പ്രോഫിറ്റ്. ആ നെറ്റ് പ്രോഫിറ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ARR. എന്ത്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നോ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നോ വിളിക്കും. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇനി അങ്ങോട്ട് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കും. കാരണം ആ പേര് വെച്ചിട്ട് തന്നെ നമ്മൾ ആ സാധനങ്ങൾ മൊത്തം പഠിക്കും. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സാധനം ഇതാണ്, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ARR ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കാര്യം ARRനെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യം നമുക്ക് ആദ്യമേ പറയാം. ARRനെ പറ്റി നമുക്ക് ആദ്യമേ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ARR എന്ന് പറയുന്നത്? ഒരു ട്രഡീഷണൽ ടെക്നിക്കാണ് അല്ലേ. ആകെ ട്രഡീഷണൽ മെത്തേഡിനകത്ത് 2 സാധനങ്ങളെ പഠിക്കാനുള്ളത്, ഒന്ന് ARRും പേ ബാക്ക് പീരീഡും. അത് അപ്പോൾ നമുക്ക് പറയാം ARR എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ ടെക്നിക്കാണ്, ഒരു ട്രഡീഷണൽ മെത്തേഡാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ ടൈം ഫാക്ടറിനെ കൺസിഡർ ചെയ്യുന്നതേയില്ല അല്ലേ. ടൈം ഫാക്ടറിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതേയില്ല. അപ്പോൾ 2 പോയിന്റ് നമുക്കറിയാം ARRനെ പറ്റിയിട്ട്. ARR ഒരു ട്രഡീഷണൽ മെത്തേഡാണ്, അവിടെ നമ്മൾ ടൈം ഫാക്ടറിനെ കൺസിഡർ ചെയ്യുന്നതേയില്ല. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ആ പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ നോക്കി, വി ആർ കൺസിഡറിങ് നെറ്റ് പ്രോഫിറ്റ് നോട്ട് ക്യാഷ് ഫ്ലോ. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്, ക്യാഷ് ഫ്ലോ അല്ല. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്, ക്യാഷ് ഫ്ലോ അല്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്, ഇവിടെ ക്യാഷ് ഫ്ലോ അല്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ARR പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ബിസിനസ്സിലൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു എക്സാമ്പിൾ. നമ്മളിപ്പോൾ ഒരു 1/4/2017 ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അതായത് ഒരു മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 5 crore rupees, 5 കോടി രൂപ. എത്ര രൂപയാണ്? 5 കോടി രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാണ് 1/4/2017 നമ്മൾ ഒരു മെഷീനറി വാങ്ങി 5 കോടി രൂപയ്ക്ക്, 5 crore rupeesന് നമ്മൾ ആ മെഷീനറി വാങ്ങി. ഈ മെഷീനറിയുടെ ലൈഫ് എന്ന് പറയുന്നത് 5 കൊല്ലമാണ്, 5 years. എത്ര കൊല്ലമാണ്? 5 കൊല്ലം. അപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ 31/3/2000 എത്ര വരും? 2022. ഓക്കെ, 5 വർഷം. 31/3/2022 ആകുമ്പോൾ നമ്മളെ മെഷീനറിയുടെ ലൈഫ് കഴിഞ്ഞു. 5 വർഷമാണ് ഈ മെഷീനറിയുടെ ലൈഫ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കളയും അല്ലേ. കളയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കുറച്ച് ഒരു സാൽവേജ് വാല്യൂ ഉണ്ടാവും.
നമ്മളത് ആക്രിക്ക് സ്ക്രാപ്പിന് വിൽക്കും. സ്ക്രാപ്പിന് വിറ്റപ്പോൾ നമുക്കൊരു 1,00,000 രൂപ കിട്ടി. സ്ക്രാപ്പിന് വിറ്റപ്പോൾ നമ്മളൊരു 1,00,000 രൂപ കിട്ടി. ഇനി ഈ ഇടയ്ക്ക് ഈ 5 വർഷം എന്ന് പറയുന്ന ഈ ഒരു ടൈം പീരീഡ് അല്ലേ, ഏത് നമ്മൾ 1/4/2017 മുതൽ 31/3/2020 വരെയുള്ള ഈ ടൈം സ്പാൻ, ഈ സമയത്തിൽ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഒരു മെഷീനറി നമുക്ക് എന്തോരം നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കി തന്നെ നമ്മൾ നോക്കും. നമുക്ക് എന്തുണ്ടാക്കി തന്നെ നോക്കും? നെറ്റ് പ്രോഫിറ്റ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ARR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 5 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര രൂപ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റി, അതിൻ്റെ ഒരു റേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. സിമ്പിളായിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും, ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന എക്സാം 100 മാർക്കിനാണ്. നമുക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ഒരു 45 മാർക്ക് കിട്ടി. ഓക്കെ അല്ലേ? പെർസെൻറ്റേജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 45 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. 45 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ, ഒരു ആവറേജ് നമുക്ക് എന്തോരം റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നോക്കി, ഈ 5 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഈ 5 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? ARR നമുക്ക് ഈ എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞൂടെ? ഒന്നും കൂടെ പറയാം, സിമ്പിളായിട്ട് പറയാം. നോക്കി, നമ്മൾ ഒരു മെഷീനറി വാങ്ങി 5 കോടി രൂപയ്ക്ക്, 5 വർഷമാണ് അതിൻ്റെ ലൈഫ്. അങ്ങനെയാണെങ്കിൽ 31/3/2029 നമുക്കത് വിൽക്കേണ്ടി വരും, നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പഴയ മെഷീനറി വിറ്റപ്പോൾ നമുക്കൊരു സാൽവേജ് വാല്യൂ കിട്ടി, 1,00,000 രൂപ എന്നുള്ള ഒരു സാൽവേജ് വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 5 വർഷം കൊണ്ട് അത് എത്ര നെറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? ഇനി ആ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുക്കും. ആവറേജ് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ 5 വർഷത്തെയും കൂടെ ടോട്ടൽ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10 കോടി രൂപ കിട്ടി. 10 കോടി. ആ 10 കോടി ഡിവൈഡ് ബൈ 5 വർഷം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വർഷത്തെ കിട്ടും അല്ലേ? അതാണ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ARR കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ പോരെ? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം കത്തിക്കാണും. പിന്നെന്താ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമുണ്ടോ? നമുക്ക് ആകെ നമ്മൾ 5 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം 5 കോടി എന്ന് എഴുതാൽ പോരെ? ഓരോ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയേ, നമുക്കൊരു മെഷീനറി, ഈ 5 കോടി രൂപയുടെ മെഷീനറി നമ്മൾ അക്കൗണ്ടിലേക്ക് എഴുതി. ആദ്യത്തെ വർഷം കഴിയുമ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തില്ലേ? അപ്പം ഈ 5 കോടിയിൽ നിന്ന് ആദ്യത്തെ വർഷത്തെ ഡിപ്രിസിയേഷൻ അങ്ങ് മാറ്റും അല്ലേ? ഇപ്പോൾ 10% ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു എത്ര വരും? 50 ലക്ഷം രൂപ അല്ലേ? 50 ലക്ഷം രൂപ ഡിപ്രിസിയേഷനായിട്ട് വന്നു. 50 ലക്ഷം രൂപ ഡിപ്രിസിയേഷൻ വന്നു. അടുത്ത വർഷം ആവുമ്പോൾ 5 കോടിയിൽ നിന്നോ 50 ലക്ഷം രൂപ കുറഞ്ഞിട്ട് ബാക്കി 4 കോടി 50 ലക്ഷം കാണും. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലൊരു മാറ്റം കാണും. അതുകൊണ്ടാണ് നമ്മൾ ആവറേജ് എടുക്കുന്നത്. കാരണം ഡിപ്രിസിയേഷൻ നമ്മൾ എത്രയാണോ യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്യുന്ന ഭാഗം നമ്മൾ മാറ്റി നിർത്തി, അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെറിയ ചെറിയ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആവറേജ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ മാത്രം മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്? എന്താണ്? നെറ്റ് പ്രോഫിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റ്മെൻറ്റ്. നെറ്റ് പ്രോഫിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ നെറ്റ് പ്രോഫിറ്റും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഒരു ബാറ്റിൽ, അടിയെന്നൊന്നുമില്ല. നമ്മൾ ആ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയാണ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു മെഷീനറി വാങ്ങി, ആ മെഷീനറിക്ക് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയോ ഡിവൈഡഡ് ബൈ എത്ര നമുക്ക് ആ മെഷീനറിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടി വന്നു ഇൻറ്റു 100 ചെയ്യുമ്പോൾ ആ മെഷീനറിയുടെ എത്ര റിട്ടേൺ നമുക്ക് കിട്ടിയെന്നുള്ള പെർസെൻറ്റേജ് കിട്ടും. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അക്കൗണ്ടിങ് നമ്മൾ വിട്ടു. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഒരുപാട് വർഷങ്ങളില്ലേ, 5 വർഷം 4 വർഷം 10 വർഷമൊക്കെ ആയിരിക്കും ഒരു മെഷീനറിയുടെ ലൈഫ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആവറേജ് ചെയ്യുന്നു. ഓക്കെ, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. എന്താണെന്നറിയാമോ? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് അല്ലേ? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് എഴുതാം. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ARR ഈസ് ഈക്വൽ ടു ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ARR ഈസ് ഈക്വൽ ടു, ഞാൻ വൃത്തിയായിട്ട് ഒന്നും കൂടെ എഴുതാം. ARR നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ടാക്സ് ഒക്കെ കൊടുത്ത് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് ഡിവൈഡഡ് ബൈ നമ്മൾ നടത്തുന്ന ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ARR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. ഒന്ന്
ആവറേജ് നെറ്റ് പ്രോഫിറ്റ്, രണ്ടാമത്തത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇനി ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടുമെന്നും ഈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കിട്ടുമെന്നും ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ സാധനം എന്താണ്? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. സപ്പോസ് എല്ലാ ക്വസ്റ്റ്യനിലും അവർ നെറ്റ് പ്രോഫിറ്റ് തന്നിരിക്കും. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതിൽ നിന്നും എന്ത് കുറച്ച് കളയാം? ലെസ് ടാക്സ്. എത്ര ഒരു പെർസെൻറ്റേജ് ആയിരിക്കും, ആ പെർസെൻറ്റേജ് കുറച്ച് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇനി നോക്കി, ഈ നെറ്റ് പ്രോഫിറ്റിനകത്ത് അവർ ഡിപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യമേ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രിസിയേഷൻ, അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ച് കളയുക, അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ആണോ ടാക്സ് അത് കുറച്ച് കളയുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇത് ഒന്നാമത്തെ സാധനം. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ പരിപാടി നോക്കാം. രണ്ടാമത്തെ എന്താണ്? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയുന്നുള്ളൂ. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക, ലെസ് ഡിപ്രിസിയേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പോൾ സപ്പോസ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള മെഷീനറി 1 lakh rupees. നമ്മുടെ കയ്യിലുള്ള മെഷീനറി എത്രയാണ്? 1 lakh rupees. ഒരു 10% ആണ് ഡിപ്രിസിയേഷൻ എങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു 10,000 rupees കുറയ്ക്കുന്നു. നമുക്ക് എത്ര കിട്ടും? 90,000 rupees കിട്ടും. 90,000 rupees. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. അതായത് 1 lakh plus 90,000 divided by 2 which is equal to 95,000. ഇതാണെന്ന് പറയുന്നത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമാണ്. ഈ സപ്പോസ് ഇപ്പം നമുക്ക് ഇവിടെ പറയേണ്ട കാര്യം പോലുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും നമുക്ക് എന്തെങ്കിലും ഒരു കൊനസ്റ്റ് കാണും, എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ആ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമുക്ക് ഇവിടെ വരാൻ പോണ പ്രശ്നമാണ്, നമ്മൾ വിട്ടുപോകുന്നൊരു പോയിൻ്റാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ വിട്ടുപോകുന്നൊരു പ്രശ്നമാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതാ ഇവിടെ ഒരു നോട്ട്, ഈ ഒരു നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിടുക. അത് നമുക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പം നിങ്ങളിത് ഇങ്ങനെ തന്നെ പഠിക്കുക. എന്താണെന്നറിയാമോ? ഇതാ എഴുതിയിട്ടോ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് will include വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് നമ്മൾ ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെയും ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെയും വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെയും ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെയും വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യണം. അതെന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? പ്രശ്നമായല്ലേ? കൺഫ്യൂഷനായല്ലേ? ഓക്കെ, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളെല്ലാം വിടുക. ഞാനിപ്പോൾ ഈ പറയുന്ന എക്സാമ്പിളൊന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മുടെ കൈക്ക് നമുക്കൊരു മെഷീനറി വേണം. ഓക്കെ, നമ്മൾ ആ മെഷീനറി പർച്ചേസ് ചെയ്തു 10 ലക്ഷം രൂപ. നമ്മൾ ആ 10 ലക്ഷം രൂപയുടെ മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷീനറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമോ? വർക്ക് ചെയ്യില്ല. നമുക്ക് അവിടെ കുറേ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ആവശ്യമായിട്ട് വരും അല്ലേ? ആ മെഷീനറി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ അതിൻ്റെ പുറത്ത് ഇറക്കേണ്ടി വരും അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ആ മെഷീനറി ഉണ്ട്, ആ മെഷീനറിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ആ മെഷീനറി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റീലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തൊരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു. അതും ഒരു ചെറിയ അളവിൽ വർക്കിംഗ് ക്യാപിറ്റലാണ്. അതിന് ലൂബ്രിക്കൻസ് വേണം, അതിന് ഇലക്ട്രിസിറ്റി വേണം, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വർക്കിംഗ് ക്യാപിറ്റൽ കൂടി അതിൻ്റെ പുറത്ത് ഇടേണ്ടി വരും. ഓക്കെ അല്ലേ? അത് നമ്മൾ ആ മെഷീനറി എത്ര നാളത്തേക്ക് ഉപയോഗിക്കുന്നോ അത്രയും നാളത്തേക്ക് ഇടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സപ്പോസ് നമ്മൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ 10 ലക്ഷം രൂപയുടെ മെഷീനറിയാണ്. അത് നമ്മൾ ഡെയിലി റൺ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10,000 rupees വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ 10 lakh rupees പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള 10,000, 10,10,000 ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ഡിപ്രിസിയേഷൻ, ആ ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിനോടൊപ്പം ആ 10,000 ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇവിടെ ഇവിടെ എന്തുണ്ട്? ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഇപ്പോൾ ഒരു 10,000 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 1 lakh plus 10,000, ഇവിടെയും 90,000 plus 10,000 വരും. ഓക്കെ അല്ലേ? നിങ്ങളിപ്പോൾ കൂടുതൽ പഠിച്ച് കൊളാക്കിയൊന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. എന്ത്? ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയും ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയും നമ്മളൊരു വർക്കിംഗ് ക്യാപിറ്റൽ കൂടി ആഡ് ചെയ്യണം.
അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു ലോജിക്കലി നമുക്ക് ചിന്തിച്ച് വയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹ്യൂജ് ആയിട്ടുള്ള മെഷീനറിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കൂടി ഇറക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെയും ആ വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യുക, ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെയും ആ വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യുക. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇനി നമ്മൾ മുമ്പോട്ട് അങ്ങോട്ട് പഠിക്കുമ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ അനാലിസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നല്ലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച ഒരു കാര്യം മാത്രമാണ് എന്ത്? ARR ഈസ് ഈക്വൽ ടു ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആവറേജ് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അങ്ങനെയും പറയാൻ കുഴപ്പമില്ലല്ലോ. ഇനി ARRന് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് നമ്മൾ വിളിക്കും, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കും. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? നമ്മൾ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും, അതായത് നമ്മുടെ P&L അക്കൗണ്ടിൽ നിന്നും കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിളിക്കുന്നത്. നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മതി. നോക്കി, ആ വേർഡിൽ തന്നെ ഉണ്ട് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ 5 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ആവറേജ് ആയിട്ട് എത്ര റിട്ടേൺ കിട്ടി, ആവറേജ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് എത്ര കിട്ടി, അതാണ് എന്തെന്ന് പറയുന്നത്? ARR എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഞാൻ പറയുന്നു, ARR ഈസ് ഈക്വൽ ടു ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നാമത്തെ കാര്യം, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എങ്ങനെ കിട്ടും? നെറ്റ് പ്രോഫിറ്റിൽ നിന്നും ടാക്സ് കുറച്ച് കളയുക. ഓക്കെ അല്ലേ? ഡിപ്രിസിയേഷനും കുറയ്ക്കണം. ഓക്കെ ആണേ? അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ലെസ് എന്ത്? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കിട്ടുന്നത്? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2. ഈ കാര്യത്തിന് നിങ്ങളുടെ കയ്യിലുള്ള ഡൗട്ടുകൾ മൊത്തം നമ്മൾ ഈ അടുത്ത് ചെയ്യാൻ പോണ നല്ലൊരു ക്വസ്റ്റനാണ്. എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റനാണ്. CAയ്ക്കും CMAയ്ക്കും റെഗുലറായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റനാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് ഒരു 90% നമ്മുടെ ഡൗട്ടുകളും എല്ലാം ക്ലിയർ ആവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ കയറുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അവിടെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നേരെ ആ ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയേ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ആകെ ഒരു 5-6 വരി മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ARR ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും 8 തൊട്ട് 10 മാർക്ക് വരെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണിത്. നിങ്ങൾക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ചെയ്യാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്തിട്ട് മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് മിനിമം ഒരു 8-10 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ ARR എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ആ ARRൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന്. നോക്കി, A Limited പ്രൊവൈഡ്സ് യു ദ ഫോളോയിങ് ഇൻഫർമേഷൻ. A Limited നമുക്ക് താഴെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. പർച്ചേസ് പ്രൈസ് ഓഫ് മെഷീനറി. അവരൊരു മെഷീനറി പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ മെഷീനറിയുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 80,000 രൂപയാണ്. ഓക്കെ, ഇൻസ്റ്റാളേഷൻ ചാർജ് 20,000, 20,000 റുപ്പീസ്. അപ്പോൾ നമ്മുടെ മെഷീനറിയുടെ കോസ്റ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എത്രയായിരിക്കും? 80,000 ആയിരിക്കും, 20,000 ആയിരിക്കും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണിത്. ഓർമ്മയുണ്ടോ? അതായത് ഒരു മെഷീനറി പർച്ചേസ് ചെയ്ത് അത് പുട്ട് യൂസ് ആവുന്നത് വരെ, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനിലാക്കുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസും നമുക്ക് മെഷീനറിയുടെ കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. പണ്ട് പഠിച്ചിട്ടില്ലേ? ആ സെയിം സാധനം തന്നെയല്ലേ ഇത്? പറയേണ്ട കാര്യം പോലുമില്ല. എങ്കിലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. 80,000 രൂപ പ്ലസ് 20,000. അപ്പോൾ നമ്മുടെ മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 lakh rupees-ആയി. കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh rupees-ആയി. എസ്റ്റിമേറ്റഡ് സാൽവേജ് വാല്യൂ 40,000 റുപ്പീസ്. അതായത് ഇതിൻ്റെ ലൈഫ് മൊത്തം കഴിഞ്ഞ് അവസാനം നമ്മൾ ആക്രിക്ക് വിൽക്കുമ്പോൾ, അല്ലേ, സ്ക്രാപ്പായിട്ട് വിൽക്കുമ്പോൾ 40,000 രൂപ കിട്ടും. 40,000 രൂപ കിട്ടും. ലൈഫ് 4 years. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ആ മെഷീനറിയുടെ ഹോൾ ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 4 വർഷമാണ്. അപ്പോൾ നോക്കി, ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഡിപ്രിസിയേഷന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ചാപ്റ്റർ തന്നെ അക്കൗണ്ടൻസിയിൽ പഠിച്ചതാണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ അടിപൊളിയായിരിക്കും, നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കും. എങ്കിലും ഞാൻ ജസ്റ്റ് എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയുന്നു. നോക്കി, മെഷീനറിയുടെ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 80,000 പ്ലസ് അതിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഒരു 20,000, അപ്പോൾ 1,00,000 രൂപയായി. ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ പറ്റുമോ? 4 ചെയ്താൽ നമുക്ക് 25 എന്നാണ് ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്തുണ്ട്? സാൽവേജ് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 80,000 പ്ലസ് 20,000 മൈനസ് 40,000 ഡിവൈഡഡ് ബൈ 4. 15,000 രൂപയാണ് ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണെങ്കിൽ അതും കൂടെ ഉണ്ടേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ചെയ്തതന്നേ ഉള്ളൂ. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് 10,000 റുപ്പീസ്. നോക്കിയേ, ഈ 1,00,000 രൂപ വിലയുള്ള മെഷീനറി 4 വർഷത്തേക്ക് ഓടിക്കണമെങ്കിൽ നമുക്ക് ആവറേജ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ 10,000 രൂപ നമ്മൾ ഇറക്കിയിരിക്കണം. അപ്പോൾ നോക്കി, ആദ്യം 80,000 രൂപ കൊടുത്ത മെഷീനറി മേടിച്ച് 20,000 രൂപ അത് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് മൊത്തം ചിലവാക്കി. എന്നിട്ട് ആ മെഷീനറി റൺ ചെയ്യണമെങ്കിൽ അവിടെ 10,000 രൂപ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം വർക്കിംഗ് ക്യാപിറ്റലായിട്ട്.
ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ 80,000 + 20,000 + 10,000. അതുപോലെ ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഡിപ്രിസിയേഷൻ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അതിനോടൊപ്പം പ്ലസ് ഒരു 10,000 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അടുത്ത ആനുവൽ ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണോ തന്നിരിക്കുന്നത്? അല്ല. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അതിനകത്ത് ഓൾറെഡി ഡിപ്രിസിയേഷൻ കുറച്ചതായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ടാക്സ് മാത്രം കുറച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് അല്ല തന്നിരിക്കുന്നത്, ആനുവൽ ഏർണിങ്സ് ആണ്. ഏർണിങ്സിൽ നിന്നും ഡിപ്രിസിയേഷനും നമ്മൾ ഇനി കുറയ്ക്കണം, ടാക്സും കുറയ്ക്കണം. 65,000 രൂപ. അപ്പോൾ എല്ലാ വർഷവും 65,000 രൂപ, 65,000 കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ 4 വർഷവും കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 30% ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഏർണിങ്സിൽ നിന്നും ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ച് അതും ലെസ് ചെയ്ത് കളയണം, ടാക്സ് 30% കൂടെ ലെസ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണേ. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണെങ്കിൽ എല്ലാ വർഷത്തെയും ഡിപ്രിസിയേഷൻ 15,000 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ? 80,000 + 20,000 - 40,000 / 4. ഓക്കെ അല്ലേ? ഡിപ്രിസിയേഷൻ നമുക്ക് അവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നോക്കി, യു ആർ റിക്വയർഡ്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ARR ഇഫ് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് 20%. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണെങ്കിൽ നിങ്ങൾ ARR കണ്ടുപിടിക്കണം, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണെങ്കിൽ നിങ്ങൾ ARR കണ്ടുപിടിക്കണം. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണെങ്കിൽ ഡിപ്രിസിയേഷൻ 20% കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഇത് വെച്ചിട്ട് ARR കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ നോക്കി, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു 5-6 വരി മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പോൾ മിനിമം ഒരു 2-3 പേജൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് 8 തൊട്ട് 10 മാർക്കിന് വരെ ചോദിക്കത്തുള്ളൂ. പ്രശ്നമൊന്നുമില്ലല്ലോ, നമുക്ക് ചെയ്തുകൂടെ? സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ആയിക്കോളും. അപ്പോൾ നമുക്ക് ചെയ്യാം. നമ്മുടെ ആൻസർ ചെയ്യാൻ പോകണം. ഒന്നാമത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആണ് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോണത്, ARR കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ. ഏത് മെത്തേഡ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു അല്ലേ? ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നും കൂടെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 80,000 രൂപ നമ്മുടെ പർച്ചേസ് കോസ്റ്റ് പ്ലസ് 20,000 രൂപ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. ഓക്കെ അല്ലേ? മൈനസ് സാൽവേജ് വാല്യൂ ആയിട്ടുള്ളൊരു 40,000 ഡിവൈഡഡ് ബൈ ലൈഫ്. എത്ര ഇയർ? 4 years. എത്ര കിട്ടും? 80 + 20 1. 1-ൽ നിന്ന് 40 കുറയ്ക്കുമ്പോൾ 60. 60 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 15,000. ഓക്കെ അല്ലേ? നിങ്ങൾ കൺഫ്യൂഷനാക്കി കുളമാക്കി മൊത്തം തെറ്റിക്കരുത്. കാരണം നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റലും കൂടെയൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഇതിനോടൊപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യൊന്നും ചെയ്യരുത്. ഇത് നമ്മൾ നമ്മൾ പണ്ട് പഠിച്ച അക്കൗണ്ടൻസിയിൽ പഠിച്ച ഡിപ്രിസിയേഷനാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇതിനോടൊപ്പം ഒന്നും വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യരുത്. നമ്മുടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്ന സമയത്താണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലും കൂടെ അതിനോടൊപ്പം ആഡ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രം. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ചു. ഡിപ്രിസിയേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ARR. നമ്മുടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു, പറഞ്ഞ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഇക്വേഷൻ നമ്മൾ പഠിച്ച സാധനം, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യമേ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കാം. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മുടെ ഒന്നാമത്തെ സാധനം എന്താണ്? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നമുക്ക് കണ്ടുപിടിക്കാം. സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. നോക്കി, ആദ്യത്തെ വർഷം ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, 4 വർഷമാണ് ഉള്ളത്. അവർ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് അല്ല, ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ് ആണ് അവർ തന്നിരിക്കുന്നത്. എത്ര രൂപയാണ്? എല്ലാ വർഷവും 65,000 ആണെന്ന് തന്നിട്ടുണ്ട്, 65,000. അപ്പോൾ നമുക്ക് എല്ലാ വർഷവും 65,000 എഴുതി കൊടുക്കാം. ഓക്കെ, എല്ലാ വർഷവും എത്ര രൂപയാണ്? 65,000 റുപ്പീസാണ് നമ്മൾ എഴുതി. ലെസ് ഡിപ്രിസിയേഷൻ കുറച്ചിട്ടില്ലല്ലോ, നമ്മൾ കണ്ടുപിടിച്ചില്ല. എത്രയാണ്? 15,000. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലേ? എല്ലാ വർഷവും എന്ത് തന്നെയായിരിക്കും? 15,000 തന്നെയായിരിക്കും. ഓക്കെ,
ഡിപ്രിസിയേഷൻ കുറച്ച് കളയുമ്പോൾ നമ്മുടെ എമൗണ്ട് എത്ര കിട്ടും? 65 - 15 എന്ന് പറഞ്ഞാൽ 50. ഓക്കെ, ഇതിനെന്ത് വിളിക്കാം? ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഓക്കെ അല്ലേ? നമുക്ക് ലെസ് ടാക്സ്. എത്ര പെർസെൻറ്റേജാണ് ടാക്സ്? 30%. 50,000-ൻ്റെ 15% എന്ന് പറഞ്ഞാൽ 15,000. സിമ്പിൾ കാൽക്കുലേഷൻ. എല്ലായിടത്തും എന്തിനായിരിക്കും? 15,000 ആയിരിക്കും. അപ്പോൾ കുറച്ച് കളയുമ്പോൾ 35,000 എന്ന് വരും. എല്ലാ വർഷവും എത്ര തന്നെ വരും? 35,000 എന്ന് വരും. ഓക്കെ അല്ലേ? ഈ 35,000 നമുക്ക് എന്ത് വിളിക്കാം? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ അല്ലേ? നമുക്ക് വേണ്ടത് എന്താണ്? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് കണ്ടുപിടിക്കേണ്ട കാര്യം പോലും ഇല്ല. എല്ലാ വർഷവും 35 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സാധനമായിട്ടുള്ള ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഈസ് ഈക്വൽ ടു 35 + 35 + 35 + 35 ഡിവൈഡഡ് ബൈ 4 വർഷം 4 ചെയ്യുമ്പോൾ എന്ത് തന്നെ കിട്ടും? 35,000 തന്നെ കിട്ടും. ചെയ്ത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. എങ്കിലും നമ്മൾ ചുമ്മാ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സാധനം കിട്ടി, ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത് വേണ്ട എന്താണ്? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത്? വർക്കിംഗ് ക്യാപിറ്റൽ കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. 2 ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നോക്കിയേ, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 അടിച്ചാൽ മതി. ഓക്കെ അല്ലേ? പക്ഷേ അതിവിടെ ചെയ്യാൻ പാടില്ല. എന്ത്? ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു 10,000 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതിക്കൂടെ? അതായത് ഓപ്പണിങ്ങിനോടൊപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്തു, ക്ലോസിങ്ങിനോടൊപ്പം വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 5 വർഷത്തേക്ക് 4 വർഷത്തേക്കും സെപ്പറേറ്റ്ലി ചെയ്യണോ? ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓരോ വർഷത്തേക്ക് സെപ്പറേറ്റ്ലി ചെയ്താലും കിട്ടുന്ന എമൗണ്ട് സെയിം തന്നെ ആയിരിക്കില്ലടാ. കാരണം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലേ. ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും സെയിം തന്നെ ആയിരിക്കും. എല്ലാ വർഷവും ഓപ്പണിങ്ങും ക്ലോസിങ്ങും സെയിം തന്നെ ആയിരിക്കില്ലടാ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനവും തന്നെ സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഒരു വട്ടം മാത്രം ചെയ്താൽ മതി. എന്തുകൊണ്ട്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട്. ആദ്യത്തെ വർഷം നമുക്ക് നോക്കാം. ഓപ്പണിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്പണിങ്ങിൽ നമ്മൾ ഇറക്കിയ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 80,000 + 20,000 + 10,000. അപ്പോൾ 80 20 1,10,000. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം 80,000 + 20,000 + 10,000. ഇതാണ് നമ്മുടെ ഓപ്പണിങ്ങിലത്. ഓക്കെ. പ്ലസ് ക്ലോസിങ്ങിൽ എത്രയുണ്ട്? ക്ലോസിങ്ങിൽ നോക്കി, ഇവിടെ ക്ലോസിങ്ങിലെ വാല്യൂ അവർ വല്ലതും തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്, 40,000 രൂപ. ക്ലോസിങ്ങിലെ സാൽവേജിൽ നമുക്ക് വിൽക്കുമ്പോൾ 40,000 രൂപ കിട്ടുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇതല്ലേ നമ്മുടെ ലാസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ അതങ്ങ് എഴുതിയാൽ മതി. 40,000 പ്ലസ് എന്തും കൂടെ ആഡ് ചെയ്യുക, 10,000 കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2. ഓക്കെ. 80 20 1,00,000 1,10,000 1,60,000 1,60,000 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എത്ര വരും? 80,000 എന്ന് വരും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് വന്നെന്ന് എനിക്കൊരു ഡൗട്ട്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ വർഷത്തും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ വർഷം എത്ര വരും? 80,000 + 20,000 + 10,000. അതിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് എത്ര വരും? 15,000 ആണ് എന്ത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 1,00,000-ൽ നിന്നും 15,000 കുറയ്ക്കുമ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് അങ്ങനെ ചെയ്യണോ? വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടെ ചെയ്ത് നോക്കാം. ഈ എമൗണ്ട് തന്നെ കിട്ടുമോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഡൗട്ട് മനസ്സിൽ വെച്ചിരിക്കേണ്ട, നമുക്ക് അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വർഷത്തെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് തന്നെ കിട്ടുമോ നമുക്ക് നോക്കാം. നോക്കി, ഓപ്പണിങ് ലെസ് ഡിപ്രിസിയേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിങ് അല്ലേ? ഇനി നമുക്ക് ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഓരോ വർഷത്തെ കണ്ടുപിടിക്കാം. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4. കാണാൻ പറ്റത്തില്ലേ? ഓക്കെ. ആദ്യത്തെ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 1,00,000. ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല, സോറി, ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് 1,00,000. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 15,000. ഓക്കെ, മൈനസ് ചെയ്യുമ്പോൾ 85,000 എന്ന് കിട്ടും. രണ്ടാമത്തെ വർഷം ഈ 85,000 എന്ത് ചെയ്യും? ഈ ആദ്യത്തെ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ടാമത്തെ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവും. 85,000. 15 കുറച്ചു 70,000. ഈ 70,000 ഇങ്ങോട്ട് പോകും. അപ്പോൾ 70,000. 15 കുറച്ചു 55,000.
ഇതിപ്പുറത്തോട്ട് പോവും 55,000, 15 കുറച്ചു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സാൽവേജ് വാല്യൂ ആയിട്ടുള്ള 40,000 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. ഇനി നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ഓരോ വർഷത്തെ ആവറേജ് കണ്ടുപിടിക്കാം. എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഓപ്പണിംഗ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് ക്ലോസിംഗ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 2 അല്ലേ? നമ്മുടെ ഓപ്പണിംഗ് എത്രയാണ്? 1,00,000. 1,00,000 10,000 കൂട്ടിക്കഴിഞ്ഞാൽ 1,10,000 പ്ലസ് 85,000 പ്ലസ് 10,000 അപ്പോൾ 95,000. അപ്പോൾ നമുക്ക് നോക്കാം. 1,00,000 പ്ലസ് 10,000 പ്ലസ് 85 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ 2 എത്ര വന്നു? 1,02,500. 1,02,500. അതുപോലെ അടുത്ത് നോക്കി 85,000 പ്ലസ് 10,000 പ്ലസ് 70,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര വരുമെന്ന് അറിയാമോ? ഒരു 87,500 എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. 70,000 പ്ലസ് 10,000 അതുപോലെ 55,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര വരും? ഒരു 72,500 എന്ന് വരും. ഓക്കെ, ഇപ്പോഴത്താണെങ്കിലോ 55 പ്ലസ് 10 അതുപോലെ 40 പ്ലസ് 10 ചെയ്യുമ്പോൾ നമുക്കൊരു 57,500 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഓരോ വർഷത്തെ ആവറേജായി. നമുക്ക് മൊത്തത്തിലുള്ള ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ 1,02,500, 87,500, 72,500, 57,500 ഇതെല്ലാം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ 4. ഓക്കെ അല്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. 1,02,500 പ്ലസ് 87,500 പ്ലസ് 72,500 പ്ലസ് 47,500 ദ ഹോൾ ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കിയേ. 1,02,500 പ്ലസ് 87,500 പ്ലസ് 72,500 പ്ലസ് 57,500 ഡിവൈഡ് ബൈ 4 എത്ര വന്നു? 80,000 തന്നെ വന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓരോ വർഷത്തെയും ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് കാര്യം നന്നായിട്ട് മനസ്സിലായില്ലേ? നമ്മൾ ഓരോ വർഷത്തെ ഇങ്ങനെ എടുത്തെടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഒറ്റയടിക്ക് സിമ്പിളായിട്ട് ആദ്യത്തെ വർഷത്തെ ഓപ്പണിംഗ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ അതുപോലെ ഏറ്റവും അവസാനത്തെ വർഷത്തെ ക്ലോസിംഗ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 80,000 എന്ന് കിട്ടൂലേ? ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പറഞ്ഞാന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ എമൗണ്ട് ആയിട്ടുള്ള ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 35,000 കിട്ടി. അതുപോലെ നമുക്ക് എന്തും കിട്ടി? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും കിട്ടി 80,000. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ARR കണ്ടുപിടിച്ചൂടെ? ARR is equal to ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ആദ്യത്തേത് 35,000, രണ്ടാമത്തത് 80,000 ഇൻറ്റു ഒരു 100 കൂടെ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജിൽ കിട്ടും. നോക്കിയേ, 35 ഡിവൈഡഡ് ബൈ 80, 43.75% ആണ് നമ്മുടെ റിട്ടേൺ. എന്ത് റിട്ടേൺ? ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടും ക്ലാരിഫൈ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരിക, അവിടെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം. 2 എന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എത്ര? 20%. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എത്രയാണ്? 20%. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യമേ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ എത്ര പെർസെൻറ്റേജിൽ? 20%. ഇവിടെ ഓരോ വർഷവും വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ട്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം. Year 1, Year 2, 3 and 4 4 വർഷമുള്ളത് നമ്മൾ എഴുതി. ഓക്കെ അല്ലേ? നമ്മുടെ ഓപ്പണിംഗ് എത്രയാണ്? ആദ്യത്തെ വർഷത്തിൽ 1 lakh rupees, 80,000 20,000 കൂട്ടിയ 1 lakh rupees ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെസ് ഡിപ്രിസിയേഷൻ. നമ്മൾ ഡിപ്രിസിയേഷൻ എത്ര രൂപ? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20%. 1 lakhൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20,000 rupees. നമ്മൾ കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 80,000 rupees ആണ് ആദ്യത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് കിട്ടിയത്. ഓക്കെ അല്ലേ? ഈ ക്ലോസിംഗ് ബാലൻസ് എങ്ങോട്ട് പോകും? അടുത്ത വർഷത്തേക്ക് പോകും. 80,000 rupees. ഇനി 80,000ൻ്റെ 20%. 80,000ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 16,000 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊരു
64,000 എന്ന് വരും. 64,000 നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. 64,000 20% എന്ന് പറഞ്ഞാൽ 12,800 ലെസ് ചെയ്യുമ്പോൾ 51,200 എന്ന് വരും. ഓക്കെ അല്ലേ? ഈ 51,200 നമുക്ക് ഇവിടെ എഴുതാം. 51,200 20% എത്രയാണ്? 10,240 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 40,960 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ വർഷത്തെയും ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കിട്ടി. എന്ത് കിട്ടി? ഓരോ വർഷത്തെയും ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കിട്ടി. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ARR ഈസ് ഈക്വൽ ടു എന്ത്? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇനി നമുക്ക് 1 എന്ന് വിളിക്കാം, ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? ഇനി നമുക്ക് 2 എന്ന് വിളിക്കാം. ഇനി 2 സാധനങ്ങളൂടെ കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്ത് നമ്മളെ പരിപാടി തീർന്നു. നേരത്തെ പോലെ തന്നെ സെയിം. ഒന്നാമത്തെ സാധനം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. എന്ത്? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് നമ്മുടെ ടേബിൾ ഫോമാറ്റിൽ ഇയർ 1, ഇയർ 2, ഇയർ 3 ആൻഡ് ഇയർ 4 4 വർഷമുണ്ട്. 4 വർഷത്തെയും നെറ്റ് പ്രോഫിറ്റ് അവർ തന്നിട്ടുണ്ട്. ഏർണിങ്സ് എത്രയാണ്? ഏർണിങ്സ് അവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 65,000 ആണ് എല്ലാ വർഷവും. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് ആദ്യം എന്ത് കുറയ്ക്കണം? ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. ഡിപ്രിസിയേഷൻ്റെ എമൗണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അതാണ്ട് ഈ 20,000, 16,000, 12,800, 10,240 ആ എമൗണ്ട് നമുക്ക് എഴുതി കൊടുക്കാം. 20,000, 16,000, 12,800 അതുപോലെ 10,240. ഓക്കെ അല്ലേ? ആ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് നമുക്ക് കുറച്ച് കളയാം. 65,000 മൈനസ് 20,000 എന്ന് പറയുന്നത് 45,000. അതുപോലെ 65 മൈനസ് 16 എന്ന് പറയുന്നത് 49. ഇവിടെ എത്ര വരും? 52,200. ഇവിടെ 54,760. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ കുറച്ച് കളഞ്ഞിട്ട് അപ്പോൾ നമുക്കിനി എന്ന് വിളിക്കാം ഏർണിങ്സ് ബിഫോർ ടാക്സ്. അത് നമുക്കിനി ടാക്സ് ലെസ് ചെയ്യാം. ലെസ് ടാക്സ് എത്ര പെർസെൻറ്റേജ് ആണ്? 20 30%. അപ്പോൾ 45,000 30% എന്ന് പറഞ്ഞാൽ 13,500. ഇവിടെ 14,700. ഇവിടെ 15,660, 16,428. ബേസിക് കാൽക്കുലേഷൻ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ലെസ് ചെയ്യുമ്പോൾ 31,500, 34,300, 36,540, 38,332. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. ഇനി ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും? ഈ 31,500 പ്ലസ് 34,300 പ്ലസ് 36,540 പ്ലസ് 38,332 ഡിവൈഡഡ് ബൈ എത്ര? 4. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു 35,168 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ബേസിക് കാൽക്കുലേഷൻ അല്ലേ? ഒരു പ്രശ്നമില്ല. ഫാസ്റ്റായിട്ട് പോകാമല്ലോ. ഇനി നമുക്ക് ആ രണ്ടാമത്തെ സാധനം കൂടെ കണ്ടുപിടിക്കാം. എന്ത്? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ രണ്ടാമത്തെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെ തന്നെ കണ്ടുപിടിക്കാം? നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ സെയിം, ഒരു മാറ്റമില്ല. എങ്ങനെ? ഓപ്പണിംഗ് ലെസ് ഡിപ്രിസിയേഷൻ ലെസ് ക്ലോസിംഗ്. കണ്ടുപിടിക്കുക, ആവറേജ് ആഡ് ചെയ്യുക, സംഭവങ്ങൾ എടുക്കുക, ചെയ്ത് തീർക്കുക. നമുക്ക് നോക്കാം. ഓപ്പണിംഗ് ഇതിൽ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഒറ്റയടിക്കങ്ങ് ചെയ്യാൻ പറ്റും. അതായത് ആദ്യത്തെ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഇനിഷ്യൽ ഓപ്പണിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലസ് ഏറ്റവും ലാസ്റ്റ് ഇയറിലുള്ള ക്ലോസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ 2 ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വർഷവും കണ്ടുപിടിക്കേണ്ടത് ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4. ആദ്യത്തെ വർഷത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 10,000 അല്ല 1 lakh. ഓക്കെ അല്ലേ? ഡിപ്രിസിയേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ 1 lakh വേണമെങ്കിൽ 1,10,000 എന്ന് എഴുതാം. കാരണം വർക്കിംഗ് ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 1 lakhൻ്റെ കൂടെ 10,000 കൂടെ ആഡ് ചെയ്തിട്ടില്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഇവിടെ എങ്ങനെ എഴുതാം? ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് നമ്മളതിലുണ്ട് 20,000. രണ്ടാമത്തെ വർഷത്തിൻ്റെ ഉണ്ട് 16,000. അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതിയിടാം. പിന്നെ 12,800ഉം 10,240 ഈ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, 1,10,000 നിന്ന് 20,000 കുറച്ചാൽ നമുക്കൊരു 90,000 കിട്ടും. ഇതാണ് എന്ന് പറയുന്നത് ക്ലോസിംഗ് എന്ന് പറയുന്നത്. വെറും ക്ലോസിംഗ് ആണോ? അല്ല. ക്ലോസിംഗ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെ വെറും ഓപ്പണിംഗ് ആണോ? അല്ല. ഓപ്പണിംഗ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ?
10,000 കൂടെ ആഡ് ചെയ്ത ഫിഗർ അല്ലേടാ ഇത്. പ്രശ്നമുണ്ടോ? കുറച്ചും കൂടെ സിമ്പിളായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 90,000 നേരെ ഇവിടെ പോവും. 90,000 + 16,000 എന്ന് പറഞ്ഞാൽ 74,000. ഈ 74 ഇവിടെ പോവും. 74 + 1280 എന്ന് പറഞ്ഞാൽ 61,200. ഈ 61,200 ഇവിടെ പോവും. -10, 20, 240 എന്ന് പറയുന്നത് 50,960. ഓക്കെ അല്ലേ? ഇപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ആയി ക്ലോസിംഗ് ആയി. ഇനി നമുക്ക് ഓരോ വർഷത്തെ ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ ഓപ്പണിംഗ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ അതുപോലെ ക്ലോസിംഗ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യണോ? വേണ്ട. നമ്മൾ എടുത്തിരിക്കുന്ന ഓപ്പണിംഗും ക്ലോസിങ്ങിനകത്തും വർക്കിംഗ് ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. /2 ചെയ്താൽ പോരെ. 1,10,000 + 90,000 /2 എന്ന് പറയുന്നത് 1 lakh. അതുപോലെ 90,000 + 74,000 /2 എന്ന് പറയുന്നത് 82,000. 74 + 61,200 /2 എന്ന് പറയുന്നത് 67,600. 61,200 + 59,960 /2 എന്ന് പറയുന്നത് 56,080. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ വർഷത്തെ ആവറേജ് ആയി. ഇനി നമുക്ക് ടോട്ടൽ രണ്ടാമത്തെ സാധനമായിട്ടുള്ള ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ കിട്ടും? ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 1 lakh + 82,000 + 67,600 + 56,080 rupees /4. ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാമോ? 76,420 എന്ന് കിട്ടും. 76,420 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ARR കണ്ടുപിടിക്കാനുള്ള രണ്ട് സാധനമായി. ARR ഈസ് ഈക്വൽ ടു നമ്മുടെ ആദ്യത്തെ സാധനം എന്ത്? ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അത് എത്രയാണ് നമുക്ക് കിട്ടിയ? 35,168 ഇപ്പോൾ കിട്ടിയ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് 76,420. ചെയ്തു നോക്കുമ്പോൾ എത്ര കിട്ടുമോ നോക്കി. 35,168 / 76,420% എത്ര കിട്ടി? 46.02%. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു 10-15 മിനിറ്റ് നമുക്ക് എടുത്താലും നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്തൂടെ? ബേസിക് കാൽക്കുലേഷൻ അല്ലേ? പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ വേറൊരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ARR എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത മെത്തേഡായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.